ഒരുപാട് ആലോചനകൾ വരും. എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും. ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരെ ഞാൻ ജ്വാലിച്ചു വെക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വര. ഈശ്വരാന്ന് വിളിക്കാത്ത പ്രഭു സാറേന്ന് വിളിക്കണോ? ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേശന് തരുന്നതേ എന്റെ ചേട്ടനാ. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്കൊരു ആഗ്രഹമുള്ളൂ. ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എന്റെ മോളുടെ കല്യാണം നടക്കും. അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട്. മുതലാളി, 2-2.5 പടി ഉയരത്തുള്ളതല്ല, ഒരു 18-18 പടി ഉയരത്തിലുള്ള ചെറുക്കനെ ഞാൻ കൊടുത്തരും. അത്രയും വേണ്ട. വേണ്ട. ലവടെ 1 PP ഊതിയ ഇവിടെ 5 PP ഊതിക്കും ഞാൻ. അവിടെ 1 ചെണ്ട മുഴങ്ങിയ ഇവിടെ 5 ചെണ്ട മുഴങ്ങണം. അവിടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ. അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കും ഞാൻ. ഒന്നും മിണ്ടണ്ട, ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ. അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും. അപ്പൊ ഞാനൊന്ന് ഇനി പോകുന്ന വഴിക്കേ അവിടെ കയറി പറഞ്ഞേക്കണം, നാളെ ഒരു ഗൾഫുകാരൻ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. അവിടെ അതിന് കാണാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കയറി ചെറ്റത്തരം പറയണ. പറയാൻ പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞാ പറയരുത്, പറയണ്ടെന്ന് പറഞ്ഞാ പറയണം. മനസ്സിലായ? മനസ്സിലായില്ല. അപ്പൊ ഞാൻ